അപ്പോൾ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു വലിയൊരു മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു AI ഏജൻറ്റ് എന്ന് പറയുന്നത്. ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ ക്യാമ്പൻ സജീവ്. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് AI ഏജൻറ്റിനെ പറ്റിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എല്ലാ കാര്യങ്ങളും ChatGPT ചോദിച്ചിട്ട് ChatGPT നമ്മൾക്ക് ഇങ്ങോട്ട് തരികയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു AI ഏജൻറ്റിനെ നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യും, നമ്മൾക്ക് വേണ്ടിയിട്ട് ആ AI ഏജൻറ്റ് വർക്ക് ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമുണ്ട്, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു കല്യാണമാണെന്നുണ്ടെങ്കിൽ, അപ്പം നമ്മൾ ഇവിടെ ഭയങ്കര തിരക്കാണ്, നമ്മൾക്ക് പെട്ടെന്ന് അതിലേക്ക് പോകേണ്ട ഡ്രസ്സോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ AI ഏജൻറ്റിനോട് ഇത് പറയുകയാണെങ്കിൽ നമ്മൾ പറയുകയാണ്, എനിക്ക് ഇത്രാം തീയതി ഒരു കല്യാണമുണ്ട്, അപ്പോൾ ആ കല്യാണത്തിന് എനിക്കൊരു നല്ലൊരു ഔട്ട്ഫിറ്റ് വേണം, അത് മുസ്ലിം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിരിക്കണം. അപ്പോൾ അവിടത്തേക്ക് നമ്മൾക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, അതിലേക്ക് വേണ്ടുന്ന ഒരു ഗിഫ്റ്റ് നമുക്ക് വേണം. ഇതൊക്കെ പറയുകയാണെങ്കിൽ ഈ AI ഏജൻറ്റ് എന്ത് ചെയ്യും, നമ്മൾക്ക് ഈ സാധനങ്ങളൊക്കെ ചെയ്തു തരും. ഇത്രയുള്ളൂ, വളരെ സിമ്പിളാണ്. ChatGPT നമ്മൾ ചോദിക്കുന്ന സാധനങ്ങൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾക്ക് നമ്മുടെ മുന്നിൽ കൊണ്ടുതരും. ഇതേ സാധനം AI ഏജൻറ്റിനോട് നമ്മൾ പറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഇത് നമ്മൾക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്കത് പർച്ചേസ് ചെയ്തു തരും. അപ്പം ഇത് സോഷ്യൽ മീഡിയയിലേക്ക് വരാത്ത ആളുകൾ നിർബന്ധമായിട്ടും സോഷ്യൽ മീഡിയയിലേക്ക് വരിക. കൂടാതെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.